ഉഹും. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളിവിടെ തയ്യാറാക്കുന്നത് ചെമ്മീൻ ബിരിയാണിയാണ്. അതിന് ആദ്യമേ തന്നെ ചെമ്മീൻ വൃത്തിയാക്കുന്നത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. അതിലെ തോടും തലവശവും വാലിൻ്റെ വശവും എല്ലാം വെട്ടിക്കളഞ്ഞ ശേഷം അകത്തൊരു പ്രത്യേകം ശ്രദ്ധിക്കുക. അകത്തൊരു കറുത്ത നാരുണ്ട് കൊഞ്ചിനകത്ത്. അത് വലിച്ച് കളഞ്ഞ ശേഷം വൃത്തിയായി കഴുകി അത് ഫ്രീസറിൽ ഞങ്ങൾ വെച്ചിരിക്കുകയായിരുന്നു. പിറ്റേ ദിവസം അതെടുത്ത് ക്ലീൻ ചെയ്ത് മസാല പുരട്ടാനായിട്ട് തുടങ്ങുകയാണ്. അതിന് വേണ്ടി സെറ്റ് ചെയ്യുകയാണ്. എല്ലാം അതൊന്ന് സെറ്റ് ചെയ്ത് വെച്ച് തണുത്തിരിക്കുന്നത് മൂലം കൈക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് പെതുക്കെ അതൊരു പ്ലേറ്റിലോട്ട് സെറ്റ് ചെയ്ത ശേഷം കുറച്ച് സോൾട്ട്, മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ക്രഷ് ചെയ്ത പേസ്റ്റൂടെ ഇതിൻ്റെ കൂടെ ഞങ്ങൾ മിക്സ് ചെയ്യുന്നുണ്ട്. അതങ്ങനെ ഫുള്ളൊന്ന് മിക്സ് ചെയ്യുക. എല്ലാ കൊഞ്ചും നല്ല പോലെ കൈകൊണ്ട് ആ മസാല എല്ലാം അതിലോട്ട് മിക്സ് ചെയ്ത് സെറ്റ് ചെയ്യുകയാണ്. ഇത് കുറേ നേരം ഇങ്ങനെ ഒന്ന് സെറ്റ് ആകാൻ വേണ്ടി നമ്മളൊരു കുറച്ച് ടൈം വെച്ചിരിക്കണം. ഇടയ്ക്ക് നിങ്ങൾ കാണുന്നത് ബിരിയാണി റൈസിന് വേണ്ടിയുള്ള ഒരു ചേരുവകൾ ഇങ്ങനെ പെട്ടെന്ന് ഷൂട്ട് ചെയ്തപ്പം ആയതാണ്. കുറേ നേരം ഞങ്ങൾ ആ കൊഞ്ച് സെറ്റ് ചെയ്ത ശേഷം ഇത് ചൂടായ സൺഫ്ലവർ ഓയിലിലേക്ക് ഞങ്ങൾ ഫ്രൈ ചെയ്യാൻ ഇട്ടു. അതിങ്ങനെ നല്ലപോലെ ക്രിസ്പി ആകുന്നത് വരെ ഇങ്ങനെ മുരിച്ചെടുക്കണം. മുരിച്ചെടുത്ത ശേഷം അത് ഒരു സ്പൂൺ കൊണ്ട് അത് കോരി എടുത്ത് അതൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. കൊഞ്ചെല്ലാം ഒന്ന് സെറ്റായി അതെല്ലാം സെറ്റ് ചെയ്ത് അവിടെ വെച്ചിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ മസാലയ്ക്ക് വേണ്ടിയുള്ള കൂട്ടുകളാണ് കറിവേപ്പില, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി, തക്കാളി ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതെല്ലാം അരിഞ്ഞ് മസാലയ്ക്ക് വേണ്ടി എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഉള്ളിയെല്ലാം വഴറ്റി അതെല്ലാം ചെയ്ത് ഫുൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നില്ല, ഇടയ്ക്കിടയ്ക്കുള്ള ഭാഗമാണ്. മല്ലിയില അതെല്ലാം ഒന്ന് ലാസ്റ്റിൽ അതിലേക്കൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ആ ഒരു ടേസ്റ്റ് ആ മസാലയിലോട്ട് ഇറങ്ങാൻ വേണ്ടി. ബിരിയാണി മസാലയ്ക്ക് വേണ്ടി ഞങ്ങൾ ഉള്ളി വഴറ്റിയതിന് ശേഷം മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ബിരിയാണി മസാല, പുതിനയില, മല്ലിയില, തക്കാളി ഇതെല്ലാം ചേർത്തുകൊണ്ടുള്ള ഒരു ഗ്രേവിയാണത്. അതിലേക്ക് ഈ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തൊന്ന് ആവി കയറ്റുകയാണ്. ആ ഒരു ടേസ്റ്റ് ഇറങ്ങാൻ വേണ്ടി, ചെമ്മീൻ്റെ ടേസ്റ്റ് ആ മസാലയിലോട്ട് പിടിക്കാൻ വേണ്ടി. അതിനുശേഷം ഞങ്ങൾ ഇവിടെ റൈസിനുള്ള തയ്യാറെടുപ്പിലാണ്. ആദ്യം തന്നെ കാഷ്യൂ വറുത്ത് മാറ്റി വെച്ചു, പിന്നെ കിസ്മിസ് വറുത്ത് മാറ്റി വെച്ചു, പിന്നെ ആണെങ്കിൽ ഉള്ളി കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ടൊന്ന് അലങ്കരിക്കാൻ വേണ്ടി അതും ഞങ്ങൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുകയാണ്. നിങ്ങളതാണ് കാണുന്നത്. എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന വീഡിയോസാണ് ഇതിൽ കാണുന്നത്. അതിനുശേഷം ബിരിയാണി ചെമ്പെടുത്ത് അതിലേക്ക് ഗ്യാസ് ഓൺ ചെയ്ത് വെളിച്ചെണ്ണ, സൺഫ്ലവർ ഓയിൽ, ഞങ്ങൾ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്തത്. അത് ചൂടായിട്ട് അതിലേക്ക് ഞങ്ങൾ ഗ്രാമ്പു, കറുവപ്പട്ട, താക്കോലം, ജാതിപത്രി, ഏലക്ക ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് ചൂടാക്കി അതിലേക്ക് പിന്നെ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന രീതിയിൽ ആണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. റൈസ് വെന്തു. ആ വെന്ത റൈസ് ഇപ്പോൾ നേരത്തെ ഉണ്ടാക്കി വെച്ച മസാലയിലേക്ക് ഞങ്ങൾ ഇടുകയാണ് ദം ചെയ്യാൻ വേണ്ടി. നിങ്ങൾ ക്ഷമിക്കണേ, എല്ലാ വീഡിയോയും ഞങ്ങൾക്ക് ഈ വർക്ക് ചെയ്യുന്നതിൻ്റെ കൂടെ തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അത് ഞങ്ങളുടെ പോരായ്മയായിരിക്കാം. നിങ്ങളതൊക്കെ ഞങ്ങളോടൊന്ന് ക്ഷമിക്കുക. ഇതാദ്യമായിട്ട് ഞങ്ങളിങ്ങനെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്. അതിൻ്റേതായിട്ടുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും എല്ലാവർക്കും മനസ്സിലാകുന്നതായിട്ടാണല്ലോ. ഇവിടെ ദം ചെയ്യാൻ വേണ്ടി 2 ലെയറായിട്ടാണ് ഞങ്ങൾ സെറ്റ് ചെയ്യുന്നത്. ആദ്യമേ തന്നെ വെന്ത റൈസ് ഒന്ന് മസാലയുടെ മണ്ടയിലോട്ട് സെറ്റ് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞ് മല്ലിയിലയും പുതിനയിലയും ഇട്ടു, കുറച്ച് കാഷ്യൂ, കിസ്മിസ്,
ഉള്ളി ഫ്രൈ ചെയ്തത് അതെല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്തു. പിന്നെ അടുത്ത ലെയറായിട്ട് പിന്നെയും വെന്ത റൈസും അതിൻ്റെ മണ്ടേ പിന്നെ ഒന്നിങ്ങനെ സെറ്റ് ചെയ്തു. അങ്ങനെ രണ്ട് ലെയറായിട്ട് സെറ്റ് ചെയ്ത് ദം ചെയ്യാനായിട്ട് വെക്കുകയാണ്. ഇവിടെ ദം ചെയ്യാനുള്ള 2 ലെയർ ബിരിയാണി സെറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. ഇത് സെക്കൻഡ് ലെയറിലെ മേളിൽ ഇങ്ങനെ കാഷ്യൂ ഫ്രൈ ചെയ്ത് ഉള്ളി, മല്ലിയില, കിസ്മിസ് അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് ദം കയറ്റാനായിട്ട് വെക്കുകയാണ്. നെയ്യും ചെറുതായിട്ടൊന്ന് താളിച്ച് കൊടുക്കുന്നുണ്ട്. ദം ചെയ്യുന്ന വീഡിയോ ഞങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാൻ സാധിച്ചില്ല. ഇത് ദം ചെയ്ത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ്. ഇനിയും മുകളിൽ നിന്ന് റൈസ് ഒരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. ഇങ്ങനെ പെതുക്കെ തവി കൊണ്ട് പെതുക്കെ റൈസ് വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ലാസ്റ്റ് ഒരു ഗ്രേവി കാണുന്നത് വരെ മാറ്റുക. നിങ്ങളെല്ലാവരും ചെമ്മീൻ ബിരിയാണി ഒരു തവണയെങ്കിലും ഉണ്ടാക്കാനായിട്ടൊന്ന് ട്രൈ ചെയ്യുക. ഇത് എളുപ്പമാണ്. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ചെമ്മീൻ വൃത്തിയാക്കുന്നത് ശ്രദ്ധിക്കുക, അതിൽ കറുത്ത നാര് എടുത്ത് കളയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ റൈസ് പല ടൈപ്പ് റൈസുണ്ട്, ബസ്മതി റൈസ് പല ടൈപ്പുണ്ട്. അന്നേരം അതിലെ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്യുക. ഇപ്പം 1 ഗ്ലാസ് അരിക്കോ 1.5 ഗ്ലാസ് വെള്ളം, അതെല്ലാം അരിക്കോ അതേപോലെ ആകണമെന്നില്ല. ചിലത് കുഴഞ്ഞു പോകും, വെള്ളം പിടിച്ച് പോകുന്നുണ്ട്. അതനുസരിച്ച് നിങ്ങൾ കൂടുതൽ ഇൻസ്ട്രക്ഷൻസ് ഫോളോ ചെയ്ത് ഒന്ന് ഓക്കെ ആയിട്ട് ഒരു തവണയെങ്കിലും നിങ്ങൾക്ക് ട്രൈ ചെയ്യുക. ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് മസാലയെല്ലാം ഒന്ന് ആ റൈസിലോട്ട് സെറ്റ് ആക്കാൻ വേണ്ടി ഒന്ന് മിക്സ് ചെയ്യുകയാണ്. മിക്സ് ചെയ്തിട്ട് ഇപ്പം പകുതി മസാല ഒരു പ്ലേറ്റിലോട്ട് മാറ്റും. പിന്നെ റൈസ് അതിൻ്റെ മുകളിൽ ഇങ്ങനെ കവർ ചെയ്യുന്ന രീതിയിലാണ് ഞങ്ങൾ പ്ലേറ്റിൽ സെറ്റ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഞങ്ങൾ 2 പ്ലേറ്റിലോട്ട് ഞങ്ങൾ ബിരിയാണി സെറ്റ് ചെയ്ത് മാറ്റുകയാണ് കഴിക്കാൻ വേണ്ടി. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളിത് പ്രത്യേകം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതേപോലെ തന്നെ ഞങ്ങളിത് ആദ്യ തവണയാണെങ്കിൽ യൂട്യൂബിൽ റെക്കോർഡ് ചെയ്ത് സേവ് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈമാണ്. അതിൻ്റേതായിട്ടുള്ള തെറ്റുകളുണ്ട്. അതൊക്കെ നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കുക. ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് വളരെ നന്ദിയുണ്ട്. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.